അടുത്തത് നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ വരുന്നൊരു പാട്ടാണ്. കവിത കണ്ടോ? മ്യാവും മ്യാവും കവിത. അതേ കവിതയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ലാലി പ്യാരി ബില്ലി ഹേ. ലാലി പ്രിയപ്പെട്ട ബില്ലിയാണ്. കിത്തിനി ന്യാരി ലഗ്തി ഹേ. നീലി ആങ്കോം വാലി ഹേ. കിത്തിനി ന്യാരി ലഗ്തി ഹേ. ഹർജ ചൽത്തി ഫിർത്തി ഹേ. മ്യാവും മ്യാവും കർത്തി ഹേ. ചോദ്യം, ഗീത് में फिरती करती, फिरती फिरती करती, ഇത് ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളാണ്. ഫസ്റ്റ് വ്യത്യാസമുണ്ട്, എന്നാൽ ഒരേ സൗണ്ടാണ് വരുന്നത് അല്ലേ. ഇതുപോലെയുള്ള ഹമ്മാവാസ് അൽഫാസ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഫിർത്തി, കർത്തി, ചൽത്തി, ഫിർത്തി, ഇത് രണ്ടും ഓരോ ഹമ്മാവാസാണ്. ഇതേപോലെ ഈ പദ്യത്തിൽ വരുന്ന ഹമ്മാവാസ് അൽഫാസ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചു. ഇവിടെ ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഹമ്മാവാസ് വരുന്നത്. അപ്പോൾ നിങ്ങളത് അറിയാത്തവരുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കട്ടോ. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. ക്ലാസ് എടുത്താൽ വരാത്തവർക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളായിരിക്കും. അതായത് ഒരേ സൗണ്ടുള്ള വാക്കിൻ്റെ ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളായിരിക്കും, എന്നാൽ ഫുൾ ഒരുപോലെ ആകൂല. ഫസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഫിർ എന്നുള്ള പേ ആണ് വരുന്നത്, ഇവിടെ ക എന്നാണ് വരുന്നത്. ലാസ്റ്റ് ഒരേ അക്ഷരങ്ങളാണ്. ഇതേപോലെ വരുന്നത് വരാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്യാരി ന്യാരി, ഇവിടെ കണ്ടോ രണ്ടും ലാസ്റ്റ് യാഗാണ്. അതുപോലെ റാണ് വരുന്നത്, എന്നാൽ ഫസ്റ്റ് വ്യത്യാസമുണ്ട്. സൗണ്ടും ഒരുപോലെ. പ്യാരി ന്യാരി, ഇതേപോലെ വരുന്ന വാക്കുകളാണ് എടുത്ത് എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ബച്ചോ കുട്ടികളെ, ആപ്കെ ഗർമേ, നിങ്ങളുടെ വീട്ടിൽ ബില്ലി ഹേന, പൂച്ചയുണ്ടോ? ബില്ലിക്ക് ബാരമേ ലിഖിയേ, ബില്ലിയെ കുറിച്ച് സെൻറ്റൻസ് എഴുതാൻ. അല്ലേ, ഞാനിത് കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ ടൊപ്പി എന്നുള്ളത് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ബില്ലി. ആദ്യം ചെയ്യുന്നത് ഈ സെൻറ്റൻസിൽ ഫുള്ള് ടൊപ്പി എന്നുള്ളത് മാറ്റിയിട്ട് ബില്ലി, ഏ ബില്ലി ഹേ. സെൻറ്റൻസ് പഠിച്ച് വെക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഏ ഖൂബ്സൂറത്ത് ബില്ലി ഹേ. ഇനി ടൊപ്പിക്ക രംഗ് എന്നുള്ളത് ബില്ലി കാ രംഗ് സഫേദ് ഹേ. ബില്ലിയുടെ നിറം വെള്ളയാണ്. ഇനി കറുപ്പാണെന്ന് എങ്ങനെ പറയും? കാല. നിറങ്ങളെ പേര് നിങ്ങൾക്ക് പഠിക്കാനാകുന്നേ ഉള്ളൂ. കാല, കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് കേട്ടോ. സഫേദ് വെള്ള. അപ്പം ഇനി ഏ ടൊപ്പി അബ്ബാജാൻ ബാസാർ സെ ലായേ ഹൈൻ. നമ്മൾ വളർത്തുന്ന പൂച്ചനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങൂലേ, അതുപോലെ നമ്മളിവിടെ ടൊപ്പി എന്നുള്ളത് ഏ ബില്ലി അബ്ബാജാൻ ബാസാർ സെ ലായേ ഹൈൻ. ഇനി ഇത്ര മതി. ടൊപ്പി എന്നുള്ളത് വേണേ ഈ ബില്ലി ബഹുത്ത് അച്ചി ഹേ എന്ന് വേണമെങ്കിലും എഴുതാനുണ്ട്. ഇവിടെ പദ്യത്തിൽ ലാസ്റ്റ് വരെ മ്യാവും മ്യാവും കർത്തി ഹേ. നമുക്ക് സെൻറ്റൻസ് ആക്കി എഴുതാം. ബില്ലി, നോക്കുക, ബില്ലി മ്യാവും മ്യാവും കർത്തി ഹേ. ബില്ലിയുടെ ശബ്ദമാണ് പറയുന്നത്. ഇത്രയാണ് ബില്ലിനെ കുറിച്ച് സെൻറ്റൻസ്. ഇനി വേണമെങ്കിൽ ഉസ്കാ നാം, ബില്ലിയുടെ പേര്, ബില്ലിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഇതിലല്ലേ. ലാലി മേരി ബില്ലി ഹേ. ലാലിയാണല്ലോ ബില്ലിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഉസ്കാ നാം ലാലി ഹേ, ഉസ്കാ നാം ലാലി ഹേ. वो म्याऊ म्याऊ करती है. यह बिल्ली है. बिल्ली का रंग सफ़ेद है. ബില്ലിയുടെ നിറം വെള്ളയാണ്, സഫേദാണ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പിക്ചർ തന്നണു, ഒരു കവിതയും തന്നിട്ടുണ്ട്. മേരെ അബ്ബ പ്യാരെ അബ്ബ ഹൈൻ. മേരെ അബ്ബ ന്യാരെ അബ്ബ ഹൈൻ. കിतने अच्छे लगते हैं, कितने सच्चे लगते हैं. मुझको गुड़िया लाते हैं.
മേരെ സാത്ത് വോ ചൽത്തെ ഹൈൻ. ചോദ്യതാണ് ഏ ഗീത് കിസ്കെ ബാരെ മേ ഹെ. ഇതാരെക്കുറിച്ചാണ് ഈ കവിത? കവിത വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ നമ്മളെ വീട്ടിലെ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അത് എഴുതാൻ വേണ്ടത് കിസ് കെ എന്നുള്ളടത്ത് കിസ് എന്നുള്ള മാറ്റിട്ട് എന്ത് ചെയ്തു? ഏ ഗീത് ഉമ്മിനെ കുറിച്ചാണ് ഉമ്മിക്കെ, അല്ലെങ്കിൽ ഉപ്പാനെ കുറിച്ചാണെങ്കിൽ അബ്ബാക്കെ ബാരേമേ. ആരെക്കുറിച്ചാണ് നോക്കുക. എന്നിട്ട് 2 ബച്ചോ കുട്ടികളെ ഗീത് പഠിക്കർ അബ്ബാക്കെ ബാരേമേ ജുംല ലിഖിയേ. അബ്ബയെ കുറിച്ച് ജുംല എഴുതാൻ, അബ്ബനെ കുറിച്ച് ജുംല എഴുതാനാണല്ലോ പറഞ്ഞ്. അപ്പം നമ്മുടെ പാട്ടിൽ വരുന്നുണ്ട് മേരെ അബ്ബ പ്യാരേ ഹൈൻ. സെൻറ്റൻസ് എങ്ങനെ എഴുതും? മേരെ അബ്ബ പ്യാരേ ഹൈൻ എന്നുള്ളത് സെൻറ്റൻസ് എങ്ങനെ വരിക? മേരെ അബ്ബ പ്യാരേ ഹൈൻ, എൻ്റെ ഉപ്പ പ്രിയപ്പെട്ടതാണ്. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഇതിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കി എഴുതാം. മേരെ അബ്ബ ന്യാരേ ഹൈൻ, എൻ്റെ ഉപ്പ പ്രിയപ്പെട്ടതാണ്. പിന്നെ മേരെ അബ്ബ അച്ചേ ലഗ്തേ ഹൈൻ. ആദ്യത്തെ 2 വരി നിങ്ങൾക്ക് അതേപോലെ എഴുതാൻ പറ്റുന്നതാണ്. 3ാമത്തെ വരി നമുക്ക് ആ വാക്കുകൾ തന്നെ ഈ മേരെ അബ്ബ എന്ന് ഇറക്കി എഴുതും. പിന്നെ മേരെ അബ്ബ കിത്തിനെ അച്ചേ ഹൈൻ നോക്കാം. മേരെ അബ്ബ പ്യാരേ ഹൈൻ, മേരെ അബ്ബ പ്യാരേ ഹൈൻ. മേരെ അബ്ബ ന്യാരേ ഹൈൻ, മേരെ അബ്ബ അച്ചേ ഹൈൻ. ഇവിടെ മേരെ അബ്ബ എന്ന് ഇറക്കി എഴുതും. എൻ്റെ ഉപ്പ അച്ചേ നല്ലത്, എൻ്റെ ഉപ്പ നല്ലതാണ്. മേരെ അബ്ബ അച്ചേ ഹൈൻ, മേരെ അബ്ബ സച്ചേ ഹൈൻ, മേരെ അബ്ബ സച്ചേ ഹൈൻ. ഇനി നിങ്ങൾക്ക് വേണേ മേരെ അബ്ബ, ഈ മേരെ അബ്ബ എന്നുള്ള ഇറക്കി എഴുതാം. എന്നിട്ട് മുജ്കോ ഗുഡിയ ലാത്തേ ഹൈൻ, എനിക്ക് കളിപ്പാവ കൊണ്ടുവരും. മേരെ അബ്ബ എൻ്റെ ഉപ്പ, മേരെ സാത്ത് എൻ്റെ കൂടെ, വോ ചൽത്തേ ഹൈൻ കളിക്കുന്നു. ഈ പാട്ടിലെ വരികളെ തന്നെ സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. വാക്കുകൾ നന്നായിട്ട് പഠിക്കുക. എന്നാലും നിങ്ങൾക്ക് മലയാളത്തിൽ വാക്കുകൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അത് ചിന്തിച്ചിട്ട് അത് ഉറുദുവിലേക്കാക്കി എഴുതാം കേട്ടോ.